നിലമ്പൂർ ഫലം പ്രവചനാതീതമാകുന്നു. അവസാന ലാപ്പിൽ ഭൂരിപക്ഷ വോട്ട് നേടാൻ തീവ്ര ശ്രമങ്ങളുമായി LDF. ക്ഷേമ പെൻഷനെ രാഷ്ട്രീയവൽക്കരിച്ച് പ്രിയങ്ക. റോഡ് ഷോയിലൂടെ ശക്തി തെളിയിച്ച് അൻവർ. നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പ് പ്രചാരണം അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ഭൂരിപക്ഷ സമുദായങ്ങളുടെ വോട്ടിൽ കണ്ണുവെച്ച CPM. അഭിമാന പോരാട്ടമായി മാറിയ സിറ്റിംഗ് സീറ്റിലെ പോരാട്ടത്തിൽ മുന്നണി വിജയ പ്രതീക്ഷയിലാണെങ്കിലും പാർട്ടിക്ക് ആത്മവിശ്വാസം അത്ര കണ്ടുപോരാ. ബൂത്ത് തലങ്ങളിൽ നിന്ന് ഓരോ സ്ഥാനാർത്ഥിക്കും ലഭിക്കുന്ന വോട്ടുകളുടെ രണ്ടാം ഘട്ട കണക്കെടുത്തപ്പോഴാണ് വിജയം അത്രയ്ക്ക് അനായാസമല്ല എന്ന് ഭരണമുന്നണിക്ക് മനസ്സിലായത്. ഇതോടെയാണ് ഭൂരിപക്ഷ സമുദായങ്ങളിൽ നിന്നുള്ള വോട്ട് വിഹിതം ഗണ്യമായി കൂടിയാൽ മാത്രമേ ആശ്വാസ വിജയം നേടാനാവൂ എന്ന കണക്ക് കൂട്ടലിലേക്ക് CPM നേതൃത്വം എത്തിച്ചേർന്നത്. ഇക്കാരണത്താലാണ് വെൽഫെയർ പാർട്ടിയുടെ UDF പിന്തുണ അവസാന നിമിഷങ്ങളിൽ പോലും സജീവ ചർച്ചയാക്കി നിർത്താൻ ശ്രമിക്കുന്നത്. ഇതുവഴി പാർട്ടിക്കുള്ള ഭൂരിപക്ഷ വോട്ട് വിഹിതം വർദ്ധിപ്പിക്കുകയാണ് ലക്ഷ്യമിടുന്നത്. ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ തന്നെ കേരളത്തിന്റെ വികസനം പറഞ്ഞ് രാഷ്ട്രീയ പോരാട്ടമാണ് മുന്നണി കാഴ്ചവെക്കുകയെന്നാണ് CPM വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിനെ സാധൂകരിച്ചാണ് പരിഗണിച്ച സ്വതന്ത്രരെയെല്ലാം ഒഴിവാക്കി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M സ്വരാജിനെ പാർട്ടി ചിഹ്നത്തിൽ രംഗത്തിറക്കാൻ പാർട്ടി തീരുമാനമെടുത്തത്. എന്നാൽ പ്രചാരണം കലാശക്കൊട്ടിലേക്ക് അടുക്കുമ്പോൾ ചർച്ചകൾ വികസനത്തിൽ നിന്ന് വഴിമാറി UDF വർഗീയ മുന്നണിയായി എന്ന ആരോപണം അരക്കിട്ടുറപ്പിക്കാനാണ് CPM ശ്രമിക്കുന്നത്. മുൻ ദിവസങ്ങളെ അപേക്ഷിച്ച് ഇടതു സ്ഥാനാർത്ഥി M സ്വരാജും ഈ വാദത്തിനിപ്പോൾ ഊന്നൽ നൽകുന്നുണ്ട്. വെൽഫെയർ പാർട്ടിയെ ചൂണ്ടിയാണ് ആരോപണമെങ്കിലും പാർലമെന്റ് തിരഞ്ഞെടുപ്പിലും തുടർന്ന് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലും ഒന്നും ഇല്ലാത്ത വിധമാണ് വർഗീയ മുന്നണി ചർച്ച പാർട്ടി കൊഴുപ്പിക്കുന്നത്. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തുടങ്ങിയ വിമർശനത്തിന് ജമാഅത്തെ ഇസ്ലാമി നേരത്തെ ഇടതുപക്ഷത്തെ പിന്തുണച്ചതിന്റെയും പാർട്ടി സെക്രട്ടറി ആയപ്പോൾ പിണറായി വിജയൻ ജമാഅത്തിനെ പലതവണ പുകഴ്ത്തിയതിന്റെയും അടക്കം തെളിവുകൾ നിരത്തിയാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ CPMന്റെ വാദത്തെ പ്രതിരോധിക്കുന്നത്. CPM ഒരുക്കുന്ന കെണിയിൽ വീഴാതിരിക്കാൻ 2 നാൾ കൊണ്ട് ഈ വിഷയം UDF വിട്ടെങ്കിലും ഇക്കാര്യത്തിൽ മുസ്ലിം ലീഗിന്റെ നിലപാട് എന്താണെന്ന് ചോദിച്ച് മുഖ്യമന്ത്രിയും കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന്റെ അഭിപ്രായം പ്രിയങ്ക ഗാന്ധിയും പറയട്ടെ എന്ന് പറഞ്ഞ് പാർട്ടി സെക്രട്ടറിയും UDFനെ വെട്ടിലാക്കാൻ ശ്രമിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. സ്ഥാനാർത്ഥിയെ ആദ്യം പ്രഖ്യാപിച്ചെങ്കിലും PV അൻവർ ആര്യാടൻ ഷൗക്കത്തിനെതിരെ പരസ്യ ആരോപണം ഉന്നയിക്കുകയും പ്രതിപക്ഷ നേതാവിനെ പരിഹസിക്കുകയും ചെയ്ത് രംഗം വഷളാക്കിയതിനാൽ UDFന്റെ തുടക്കം മന്ദഗതിയിലായിരുന്നു. എന്നാൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതിന് പിന്നാലെ കളം നിറഞ്ഞ LDFന് ആ മുന്നേറ്റം പൂർണ്ണമായും നിലനിർത്താനായിട്ടില്ല. UDFന്റെ യൂത്ത് ടീം സൃഷ്ടിച്ച ഓളത്തെ സാംസ്കാരിക പ്രവർത്തകരെ രംഗത്തിറക്കി നേരിട്ടെങ്കിലും CPMനെ എതിർക്കുന്ന എഴുത്തുകാരെ രംഗത്തിറക്കി UDF പ്രതിരോധിച്ചു. UDF വലിയ ആയുധമായി കരുതുന്ന ഞായറാഴ്ച നടന്ന പ്രിയങ്കയുടെ റോഡ് ഷോ വൻ വിജയമായിരുന്നെങ്കിലും KC വേണുഗോപാലിന് പിന്നാലെ പ്രിയങ്കയും ക്ഷേമ പെൻഷനുകളുടെ വിതരണം കൈക്കൂലിക്ക് സമമെന്ന ആരോപണം ഉന്നയിച്ചത് UDFനെ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. കൂടാതെ ഞായറാഴ്ച തന്നെ അൻവർ നടത്തിയ ആയിരങ്ങൾ പങ്കെടുത്ത കലാശക്കൊട്ടിന് സമാനമായ റോഡ് ഷോ ഇരു മുന്നണികളുടെയും ഉറക്കം കെടുത്തിയിരിക്കുകയാണ്. ഇവിടുത്തെ ജയവും പരാജയവും അൻവർ പിടിക്കുന്ന വോട്ടിനെ ആധാരമാക്കിയായിരിക്കും എന്ന വിലയിരുത്തലിലാണ് രാഷ്ട്രീയ നിരീക്ഷകർ.